അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ നോക്കുക, ബി ജെ പിയിൽ ഇപ്പോൾ അടുത്തിടെയായി ആത്മഹത്യകൾ കൂടുന്നത് കൊണ്ടാണ് നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ പലയിടത്തും നമുക്ക് എല്ലാ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർക്കും എല്ലാ സ്ഥാനങ്ങളും നമുക്ക് നൽകി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് പ്രവർത്തകർക്കും അറിയാം. പക്ഷേ ബി ജെ പിയിൽ അത് ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അവിടെ നേതൃത്വം പറയുന്നത് നോക്കുക. ഇന്നത്തെ ദിവസം ഈ ആനന്ദ് കെ തമ്പിയുടെ കാര്യത്തെക്കുറിച്ച് ബി ജെ പിയുടെ സമുന്നത നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനോട് ചോദിച്ചപ്പോൾ അയാളുടെ മാനസിക വിഭ്രാന്തിയാണ് ഇത് എന്നാണ് ഗോപാലകൃഷ്ണൻ്റെ മറുപടി. അപ്പോൾ ഇതൊക്കെയാണ് ആ പാർട്ടിയുടെ നേതൃത്വം ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് കണ്ടുവച്ചിരിക്കുന്ന വിശേഷണങ്ങൾ. അത് ആനന്ദ് കെ തമ്പിയുടെ കാര്യമാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനിൽ തിരുമല ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് എത്ര ദിവസമായെന്ന് നമുക്കറിയാം. ഇവരൊക്കെ സാമ്പത്തിക ലാഭം മോഹിച്ച പാർട്ടിയിലേക്ക് വന്നവരാണോ എന്നുള്ളത് നമുക്ക് അങ്ങനെ മാനസിക വിഭ്രാന്തി കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ ആളുകളൊന്നും അങ്ങനെ അതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിന് അങ്ങനെ വിശേഷിപ്പിച്ച് ഈ കാര്യത്തെ ഇപ്പോൾ ഒഴിവാക്കാൻ തോന്നുന്നത്? നോക്കൂ, ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ഇന്നിപ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്ത് പോലും തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് ഈ ആത്മഹത്യയെന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. ഒരാളെ മാനസികമായി ടോർച്ചർ ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിടുന്നതിന് കേവലം ആത്മഹത്യ എന്ന പദം കൊണ്ട് നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത് തെറ്റാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ആ ആത്മഹത്യാ കുറിപ്പിനകത്തും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെയുള്ള ഫോൺ കമ്മ്യൂണിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ മത്സരിക്കാനൊരുങ്ങിയ ആനന്ദ് കെ തമ്പിയെ പോലുള്ള ആളിന് ജീവൻ വെടിയേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനു മുമ്പ് നടത്തിയ ഫോൺ സംഭാഷണത്തിനകത്ത് എൻ്റെ മേൽ ഒരുപാട് വലിയ നിലയിലുള്ള കമ്പൽഷനുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അദ്ദേഹത്തെ ആരാണ് മാനസികമായി പീഡിപ്പിച്ചത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം ഒരു മാനസിക രോഗിയാണ് അല്ലെങ്കിൽ മനസ്സ് ശരിയല്ലാത്ത ഒരാളാണ് എന്ന് അങ്ങേയറ്റം നരാധമ മനസ്സുള്ള ബി ജെ പിയുടെ ലീഡർഷിപ്പ് വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പ്രസ്താവിക്കുന്നത്. ഇന്നലെ വരെ തങ്ങളോടൊപ്പം നിന്ന് കൊടി ഉയർത്താൻ, തങ്ങളോടൊപ്പം നിന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ, തങ്ങളോടൊപ്പം നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ, ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകാനുണ്ടായിരുന്ന ഒരു പ്രവർത്തകനെ സംബന്ധിച്ചാണ് ഈ രൂപത്തിൽ ലക്കും ലഗാനുമില്ലാതെ യാതൊരുവിധ മനസ്താപവുമില്ലാതെ ബി ജെ പിയുടെ സംസ്ഥാന ലീഡർഷിപ്പിൽ തന്നെ അറിയപ്പെടുന്ന നേതാക്കന്മാർ ഈ രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇവർ ഈ ജനതയെ, കേരളത്തിൽ അവരെ കേൾക്കുന്ന ജനതയെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എന്താണ് എഴുതിയിരുന്നത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എത്രമാത്രം ഈ പ്രസ്ഥാനത്തെ വെറുക്കുന്നു എന്നതിന് അടിവരയിട്ട് സൂചിപ്പിക്കുന്ന നിലയിൽ തൻ്റെ മൃതശരീരം ഒരു RSSകാരനെയോ ബി ജെ പിക്കാരനെയോ കാണിക്കരുത് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് അവരെ പ്രൊവോക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇനി അദ്ദേഹം ബി ജെ പി അല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് ബി ജെ പിയിൽ വിശ്വസിക്കുന്ന അവരുടെ നേതൃത്വത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അവരത് വളരെ കൃത്യമായി പാലിക്കുകയാണ്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ആടിനെ പട്ടിയാക്കി പിന്നീട് പേപ്പട്ടി എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന നയം ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലാണ് നടത്തുന്നത്. നിങ്ങൾ നോക്കൂ, ഇതുമാത്രമല്ല, തിരുമലയിൽ അവിടെ കൗൺസിലറായിരുന്ന ശ്രീ അനിൽ, അദ്ദേഹത്തിൻ്റെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അതിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹം ബി ജെ പിയുടെ ലീഡർഷിപ്പിനെ സമീപിച്ചു. സ്റ്റേറ്റ് നേതാക്കന്മാരടക്കമുള്ള ആളുകൾ തൻ്റെ സഹകരണ സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തിരിക്കുകയാണ്. ആ ലോൺ തിരിച്ചടപ്പിക്കുന്നതിന് വേണ്ടി തൽക്കാലം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമകരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. അത് ചെവിക്കൊള്ളാൻ ഈ കള്ള സംഘം തയ്യാറായിട്ടില്ല. അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് അദ്ദേഹത്തിന് ജീവൻ വെടിയേണ്ടി വന്നത്. ഇതിനെ മറച്ചു വെക്കുകയാണ്. ഇതിനെ മറച്ചു വെക്കിട്ട് ഉത്സവപ്പറമ്പിൽ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടോടുന്ന പെരുങ്കള്ളന്മാരെ അനുസ്മരിപ്പിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ബി ജെ പിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഈ ആത്മഹത്യയുടെ മോട്ടീവിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും വാദഗതി പറഞ്ഞാൽ നമുക്കതിനെ അംഗീകരിക്കാം. ഇതാണോ നടക്കുന്നത്? ബി ജെ പിയുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉന്നതമായ ലീഡർഷിപ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് ജനങ്ങളെ വളരെ വക്രീകരിക്കുന്ന നിലയിൽ, ജനങ്ങളുടെ സ്ഥിരബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇവരെ പിടിച്ചുകെട്ടാൻ ആരുമില്ലേ? ഇവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരെ പറ്റിക്കാനാണ്? ഇന്നലെ വരെ നിങ്ങളോടൊപ്പം നിലകൊണ്ടിരുന്ന ഒരു നേതാവാണ് ഇന്നിപ്പോൾ മരണത്തിന് വേണ്ടി കീഴടങ്ങി അദ്ദേഹത്തിൻ്റെ സ്വജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതെന്ത്
പറഞ്ഞാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാനുള്ളത്? അനിൽ മാത്രമാണോ? ആനന്ദ് കെ തമ്പി മാത്രമാണോ? അനന്തു എന്ന് പറയുന്ന ഒരു കോട്ടയം സ്വദേശി, അദ്ദേഹം ആത്മഹത്യ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഈ മാധ്യമങ്ങൾ കുടുംബത്തോടു കൂടി ഇരുന്ന് കാണുന്നത് കൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോലും പോകാൻ കഴിയാത്ത നിലയിലാണ്. RSS ശാഖകളിൽ അവരുടെ ക്യാമ്പുകളിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി തൻ്റെ വീഡിയോ ക്ലിപ്പടക്കം തയ്യാറായിട്ടാണ് ആ കൗമാരക്കാരനായ ആള് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിൽ വളരെ ഭീകരമായിട്ടുള്ളൊരു സംഘടനയായി ഈ പ്രസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. നെടുമങ്ങാട് ഇന്നിപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ശാലിനി എന്ന് പറയുന്ന ഒരു അവരുടെ പ്രവർത്തക ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് മരണത്തിൽ നിന്നും കട്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു ഒറ്റമായി കഴിയില്ല. സ്വയം മരണം MS കുമാർ എന്താണ് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. ഞാനും ആത്മഹത്യയുടെ വക്കീലാണെന്ന് അദ്ദേഹം പറഞ്ഞതും ഞാൻ അതിലേക്കാണ് വരുന്നത്. ശ്രീ MS കുമാർ BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പിനെ സമീപിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ലീഡർഷിപ്പിൽ നിലനിൽക്കുന്ന ആളുകൾ എടുത്തുകൊണ്ട് പോയ ലോൺ തുക അതടച്ചാൽ ഈ ബാങ്കിന് ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്പമെങ്കിലും അത് ചെവിക്കൊള്ളാൻ തയ്യാറാവണ്ടേ? ആ ലീഡർഷിപ്പിനെ വിളിച്ചു വരുത്തി നിങ്ങൾ ബാങ്കിൽ നിന്നും ആ സഹകരണ സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ താൽക്കാലിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി നിങ്ങൾ എടുത്ത തുക തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാകണം. നിങ്ങൾ നോക്കൂ, ഈ ബാങ്ക് ഭരണസമിതിയെ, ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ വിശ്വസിച്ചാണ് അവിടെ ആളുകൾ അവരുടെ എല്ലാമായിട്ടുള്ള സ്വത്തും അവരുടെ വരുമാനവും ഒക്കെ അതിനകത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഡെപ്പോസിറ്റ് തുകയാണ് ലോൺ രൂപത്തിൽ വലിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പോൾ നല്ല വേഷവിധാനം നടത്തി BJP നേതാക്കന്മാരായി ഞെളിഞ്ഞ് നടന്ന് ഈ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് ആത്മഹത്യ ചെയ്യുന്ന പ്രവർത്തകൻ്റെ മനോനില തകരാറിലാണെന്ന് പറയാൻ യാതൊരുവിധ മടിയും കാണിക്കാത്ത രക്തരക്ഷസുകളായി ഈ ആളുകൾ മാറുന്നത്. ഇവരെങ്ങോട്ടാണ് ഈ നാടിനെ നയിക്കുന്നത്? എന്നിട്ട് ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കള്ളക്കഥകൾ തുടർച്ചയായി വന്നു നിന്ന് പ്രചരിപ്പിക്കുകയാണ്. പിണറായി മോശമാണ്, വാസവൻ മോശമാണ്, രാജീവ് മോശമാണെന്ന് പറഞ്ഞ് കേരളത്തിലെ മന്ത്രിമാരെയും MLA മാരെയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ലീഡർഷിപ്പിനെയും മോശപ്പെടുത്താൻ വേണ്ടി ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീവൽസിൻ്റെ തന്ത്രം നാട്ടിലുടനീളം പ്രചരിപ്പിക്കുന്ന ഈ ആളുകളുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ്, അവരുടെ ശരിക്കുള്ള പെരുമാറ്റ രീതി എന്താണെന്ന് അടിക്കടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആത്മഹത്യ ചെയ്ത ആളുകളെ സംബന്ധിച്ച് വളരെ മോശപ്പെടുത്തുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന BJP പ്രതിനിധി പറയുന്നത് ഇവർക്ക് മാനസികമായി ധൈര്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാകണം. പ്രിയപ്പെട്ട സുഹൃത്തെ, മാനസികമായിട്ടുള്ള ധൈര്യം കൊടുക്കേണ്ട ഇടപെടലല്ല ഉണ്ടാകേണ്ടത്. അവരകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ ഒന്നിൽ കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നതിൽ നമുക്ക് അതിശയോക്തിയൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി പറഞ്ഞ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. ഇനി ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്, ഒരാൾ സ്വന്തം പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്ന് മാനിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവിടെ ഭീഷണിപ്പെടുത്തി അയാളെ സ്വയം മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അയാളുടെ മരണകാരണം മറ്റെന്തോ അല്ലാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഇതിനേക്കാൾ തെറ്റായ മനോനില വച്ചു പുലർത്തുന്ന ആളാണെന്ന് പറയേണ്ടി വരും. ഇത് തിരുത്തപ്പെടേണ്ടതാണ്. തിരുത്തപ്പെടാൻ സ്വന്തം പാർട്ടിയിലാണെങ്കിൽ പോലും അഭിപ്രായം തുറന്നു പറയാൻ തയ്യാറാകണം. അതല്ലാതെ മരണകാരണത്തിന് വേണ്ടി പാഴൂർ പടിപ്പര വരെ പോയി മറ്റ് തെളിവുകൾ നിരത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഈ മരണത്തിന് ഉത്തരവാദികളെ സംരക്ഷിക്കുന്നവർ മാത്രമല്ല, അതിന് മുൻനിരയിൽ കൂട്ടുനിൽക്കുന്നയാളായി ഭാവിയിൽ ചിത്രീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൂടെ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ശരി, ഞാൻ വരാം സുരേഷ് കുമാർ.